വാൽപ്പാറയിലുണ്ടായിട്ടുള്ള ആ അപകടത്തിൽ ബസ് ഓടിച്ചിട്ടുള്ള നൗഷാദ് എന്ന് പറയുന്ന ആ പുള്ളിയും മരണത്തിന് കീഴടങ്ങിയിരിക്കുവാണ്. അപ്പം ഇതിനെ പറ്റിയിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നൗഷാദിനെ പറ്റിയിട്ട്. കാരണം ഈ ഒരു അപകടം ഉണ്ടായതിന് ശേഷം ഇപ്പം എനിക്ക് തോന്നുന്ന ഒരുമാതിരിപ്പെട്ട ആളുകൾക്കെല്ലാം സമാധാനമായി കാണും. കാരണം കമൻറ്റിലൂടെ നൗഷാദിനെയും ആ ബസ്സിൻ്റെ ഡ്രൈവറായിട്ടുള്ള ടെമ്പോ ട്രാവലറിലെ ഡ്രൈവറായിട്ടുള്ള 22 വയസ്സുള്ള ആ പയ്യനെയും അതിനുശേഷം ഈ പറഞ്ഞിട്ടുള്ള നൗഷാദിനെയൊക്കെ വായി വരുന്നത് തെറികളെല്ലാം പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ സമാധാനമായി കാണും. കാരണം വേറൊന്നുമല്ല, ആദ്യം ഈ ടെമ്പോ ട്രാവലർ ഓടിച്ച ആ പയ്യനെ ആയിരുന്നു എല്ലാവരും കുറ്റം പറഞ്ഞു. 22 വയസ്സുള്ള ഇവനിക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ട്, 22 വയസ്സുള്ള ഇവൻ്റെ വണ്ടി വിളിച്ചു പോകാൻ ആളുകൾക്ക് തലയ്ക്ക് വട്ടില്ലി സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള എന്ത് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്തത്. ഇവനൊക്കെ സ്വന്തമായിട്ടങ്ങ് പോയാൽ പോരെ, എന്തിനാ മറ്റുള്ളവരെയും കൂടെ കൊണ്ടുപോയി അപകടത്തിലേക്ക് നയിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ പലയിടങ്ങളിലും ഞാൻ കാണാറുണ്ടായി. അപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം സമയമായി കഴിഞ്ഞാൽ അത് ആര് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ ചെയ്താലും സമയമായി കഴിഞ്ഞാൽ പോയേ പറ്റൂ. അതിനകത്ത് യാതൊരു ഇനി എത്രയൊക്കെ നമ്മളെ രക്ഷിക്കാൻ ആരൊക്കെ വന്നാലും അതിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളെ സമയം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പോയേ പറ്റും. അതാണ് ഇന്നത്തെ വേറെ അവരെയൊക്കെ സമയമായി, അതാണ്. അല്ലാതെ അവരെവരെയും തെറി വിളിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും ഈ സ്കൂൾ ബസ് ഡ്രൈവറായിട്ടുള്ള പുള്ളിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കായിരുന്നു. പുള്ളി നൗഷാദ് എന്ന് പറയുന്ന സ്കൂൾ ബസ് ഡ്രൈവർ, ആ പാങ്ങോട് സ്കൂളിലെ ബസ് ഡ്രൈവറായിരുന്നു നൗഷാദ്. അപ്പം ഈ അപകടമുണ്ടാകുന്ന സമയത്ത് നൗഷാദായിരുന്നു വണ്ടി ഓടിച്ചത്. അപ്പം അത് പിന്നെ പോലീസിൻ്റെ കണ്ടെത്തലിലൂടെയാണ് അത് മനസ്സിലായത്. അപ്പോൾ അതുവരെ എല്ലാവരും കുറ്റപ്പെടുത്തിയിരിക്കൊണ്ടിരുന്നത് ആ 22 വയസ്സുള്ള ആ പയ്യനെയായിരുന്നു, ടെമ്പോ ട്രാവൽ ഡ്രൈവറിനെ, അവനെയായിരുന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ നൗഷാദിലേക്ക് പോയി. എന്തിൻ്റെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്കൂൾ ബസ് ഡ്രൈവറായിട്ടുള്ള ഒരാൾക്ക് ടെമ്പോ ട്രാവലർ ഓടിച്ച് എന്ത് പരിചയമാണെന്നൊക്കെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോകൾ കണ്ടായിരുന്നു. ടെമ്പോ ട്രാവലർ എങ്ങനെയാണ് ഓടിക്കേണ്ടത്, ഈ വണ്ടിയുടെ ABCD അറിയാത്ത ആളുകൾ പോലും ടെമ്പോ ട്രാവലറിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അത് വണ്ടി ഓടിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തന്നുകൊണ്ട് കുറേ ആളുകൾ രംഗത്തോട്ട് വരുന്നുണ്ട്. ഞങ്ങളൊക്കെ എന്ത് കാണിച്ചാലും സമയമായി കഴിഞ്ഞാൽ പോയേ പറ്റൂ, അതിനകത്ത് യാതൊരു സംശയമില്ല. അത് ഞാനായാലും നിങ്ങളായാലും. എന്തായാലും നൗഷാദുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്, ആ വാർത്തയൊന്ന് കണ്ടുപോകാം. വാൽപ്പാറ ദുരന്തത്തിൽ പരിക്കേറ്റ ഒരാൾ കൂടി മരിച്ചു. പാങ്ങ് GLP സ്കൂളിലെ ബസ് ഡ്രൈവർ നൌഷാദാണ് മരിച്ചത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇതോടെ മരിച്ചവരുടെ എണ്ണം 10ആയി. വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ ചേരുന്നുണ്ട്. അഷ്കർ അലി, ഈ ഡ്രൈവർ നൌഷാദിന്റെ അവസ്ഥ അതീവ ഗുരുതരമായിരുന്നു. എപ്പോഴാണ് ഈ മരണം സ്ഥിരീകരിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതിലെ വിഷയ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിനോദയാത്ര പോയ പാങ്ങ് പള്ളിപ്പറമ്പ് LP സ്കൂളിലെ അധ്യാപകരടക്കം സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നത്. അതിൽ 9 പേരുടെ മരണം, 6 സ്ത്രീകളും ഒരു കുട്ടിയും ഒരു പുരുഷനും അടക്കം 9 പേരുടെ മരണം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയായിരുന്ന നൌഷാദ് അലിയാണ് മരിച്ചിരിക്കുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ കുന്നക്കാവ് സ്വദേശിയാണ് നൌഷാദ് അലി. നൌഷാദ് അലിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വാരിയലുകൾക്ക് പൊട്ടലേൽക്കുകയും അതെല്ലാം ലെൻസിൽ തുളച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പൈനൽ കോഡിനും സാരമായി പരിക്കേറ്റിരുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ശസ്ത്രക്രിയ നടക്കാനിരിക്കുകയാണ് ഇപ്പോൾ പുലർച്ചെയോടെ നൌഷാദ് അലിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നൌഷാദ് അലിയുടെ കുടുംബം ഗുരുതരമായ ആരോപണം ഇക്കാര്യത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നൌഷാദ് അലിയുടെ ആരോഗ്യം വഷളാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും കൃത്യമായി ചികിത്സ നൽകുന്നതിൽ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അഥവാ 1.5 മണിക്കൂറോളം സമയം വൈകിയാണ് ആശുപത്രിയിലേക്ക് മുതിർന്ന ഡോക്ടർമാരടക്കമുള്ളവർ എത്തിയത്. പെട്ടെന്ന് തന്നെ രക്തസമ്മർദ്ദം വലിയ തോതിൽ താഴുകയും അത് വലിയ തോതിൽ ചികിത്സ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ട് പോലും മതിയായ ഡോക്ടർമാരുടെ സംവിധാനമോ ICUലടക്കം കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ നൌഷാദിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ പാങ്ങ് LP സ്കൂളിലെ സ്കൂൾ ബസ്സിലെ ഡ്രൈവറായിരുന്നു നൌഷാദ് അലി. അതുകൊണ്ട് തന്നെ നൌഷാദ് അലിയും ആ അഷ്കർ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. കുടുംബം ഉന്നയിക്കുന്ന ആരോപണം അത് ഗുരുതര സ്വഭാവമുള്ളതാണ്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ അശ്രദ്ധ കൊണ്ടാണോ ഇത്തരത്തിലൊരു മരണം സംഭവിച്ചത്?
അത് ശാസ്ത്രീയമായി തന്നെ പരിശോധനയ്ക്ക് ഇല്ലെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ നമുക്കത് പറയാൻ കഴിയുള്ളൂ. പക്ഷേ നിലവിൽ അത്തരമൊരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ തോതിൽ രോഗാവസ്ഥ ഗുരുതരാവുന്ന ഘട്ടത്തില്ലെങ്കിൽ BP വളരെ താഴോട്ട് വരുന്ന സമയത്ത് ആവശ്യമായ ചികിത്സ നൽകുന്നതിന് ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നില്ല. 1 മണിക്കൂറിലധികം സമയം വൈകിയാണ് ഡോക്ടർമാരൊക്കെ അവിടേക്ക് എത്തിയത്. മെഡിക്കൽ കോളേജ് ആയിട്ട് പോലും അതുപോലെ തന്നെ തീവ്രപരിചരണ വിഭാഗമായിട്ട് പോലും ആവശ്യത്തിന് ഡോക്ടർമാരുടെ സേവനം ലഭ്യമായില്ല എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നൗഷാദ് അലിയെ ഇവിടെ നാട്ടിലേക്ക് പെരിന്തൽമണ്ണയിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ കുടുംബം ആലോചിച്ചിരുന്നു. പിന്നീട് മലപ്പുറത്ത് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ആരോഗ്യ മെഡിക്കൽ സംവിധാനം അടക്കം ഇടപെട്ട് ചർച്ച നടത്തിയാണ് ഗുരുതരാവസ്ഥ മാറുന്നത് വരെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ തന്നെ തുടരട്ടെ എന്ന് തീരുമാനമെടുത്തത്. അത്തരത്തിൽ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവിടെ വെച്ചൊരു ഈ ഒരു അപകടം വാൽപ്പാറ ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് ടെമ്പോ ട്രാവലർ ഡ്രൈവർ അല്ല, അതിനു പകരം ഈ പാങ് സ്കൂൾ ബസ് ഡ്രൈവറാണ്, നൌഷാദാണ് വാഹനം ഓടിച്ചത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്? വിഷ്ണുപ്രിയ, അത്തരമൊരു കണ്ടെത്തൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നൗഷാദ് അലിയാണ് വാഹനം ഓടിച്ചത് എന്നുള്ളത്. പക്ഷേ അക്കാര്യത്തിൽ ഇതുവരെ നൗഷാദ് അലിയുടെയോ ഇല്ലെങ്കിൽ ടെമ്പോ ട്രാവലർ ഡ്രൈവറായിട്ടുള്ള ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഫായിസിന്റെയോ മൊഴി രേഖപ്പെടുത്താൻ ഇതുവരെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് സാധിച്ചിട്ടില്ല. അത്തരമൊരു സംശയം ഇല്ലെങ്കിൽ അത്തരമൊരു സാധ്യത മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ വാഹനം ഓടിച്ചയാളുടെ പ്രവൃത്തി പരിചയമാണ് അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ള സംശയം ഇവരുടെ റിപ്പോർട്ടിൽ, മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുക തന്നെയാണ്. അതിൽ ഏറ്റവും നിർണായകമായ മൊഴി നൽകേണ്ട 2 പേരിൽ ഒരാളാണ് നൗഷാദ് അലി. ആ നൗഷാദ് അലിയുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നതോടെ ഇതോടെ തന്നെ പാങ് ദുരന്തത്തിൽ വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ എണ്ണം 10 എന്നുള്ളതാണ്. 7 അധ്യാപകരും ഒരു ഓക്കെ, ഈ ഒരു അപകടത്തിന് ശേഷം കുറേ ആളുകൾ ട്രാവലറിനെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നുണ്ടായിരുന്നു, ടെമ്പോ ട്രാവലറിനെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഈ കഴിഞ്ഞ ഒരു മാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ എത്ര സ്ഥലങ്ങളിൽ എത്ര വണ്ടികൾ, ബസ്സുകളായിക്കോട്ടെ, KSRTC ബസ്സായിക്കോട്ടെ, പ്രൈവറ്റ് ബസ്സായിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ പ്രൈവറ്റ് വണ്ടികളായിക്കോട്ടെ, എന്തിനു പറയാം, മഹേന്ദ്രയുടെ താറ് എത്ര സ്ഥലങ്ങളിൽ താറ് സ്റ്റെബിലിറ്റി ഇല്ലാതെ പോയി. സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു വണ്ടിയാണെന്നാണ് പല ആളുകളും പറയുന്നത്. താറ് കൊണ്ടുപോയി അപകടത്തിൽപ്പെടുന്ന എത്ര ആളുകളുണ്ട്, അതുപോലെ മറ്റുള്ള വാഹനങ്ങൾ. അപ്പം ഇതൊക്കെ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ആ വണ്ടി കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ ആ വണ്ടിയുടെ പേരിൽ പഴിചാരുന്നുണ്ടോ? ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇവിടെ ഒരു ടെമ്പോ ട്രാവലർ അപകടത്തിൽപ്പെട്ടപ്പോഴത്തേക്ക് ഉടനെ അത് കൊണ്ട് കിടക്കുന്ന മറ്റുള്ള ആളുകളുടെ വയറ്റത്തടിക്കാനെ കൊണ്ട് അതൊക്കെ കൊണ്ട് എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകുന്ന ആളുകൾ ഒരുപാട് ആളുകൾ കാണും. അവരെയൊക്കെ വയറ്റത്തടിക്കുന്ന രീതിയിൽ, അതും പുതിയ വണ്ടിയിൽ കയറി ഇരുന്നിട്ട്, പുതിയ ടെമ്പോ ട്രാവലറിനകത്ത് കയറി ഇരുന്നിട്ട് പഴയ വണ്ടികളെ കുറ്റം പറയുന്ന കുറേ ടീംസിനെ ഞാൻ കണ്ടായിരുന്നു. ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതൊന്നും വണ്ടിയുടെ കുഴപ്പമോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആളുകളുടെ എക്സ്പീരിയൻസും, പിന്നെ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് കണ്ടായിരുന്നു. ആ പയ്യന് 22 വയസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ അയാൾക്ക് സ്കൂൾ വാനോട്ടിച്ച എക്സ്പീരിയൻസേ ഉള്ളൂ. ഇവിടെ 22 വയസ്സോ 23 വയസ്സല്ല, ഇപ്പം 10-30 കൊല്ലം വണ്ടി ഓടിക്കുന്ന ആൾക്ക് ചിലപ്പം ഇന്നലെ ലൈസൻസ് എടുത്ത് വന്ന ഒരു വ്യക്തിയുടെ അത്രയും എക്സ്പീരിയൻസ് കാണണമെന്നില്ല, അത്രയും നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യണമെന്നില്ല. ഇന്നലെ ഒരാൾ ലൈസൻസ് എടുത്ത് ഇന്നൊരുത്തൻ വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവനിക്ക് ചിലപ്പം 30 കൊല്ലം വണ്ടി ഓടിച്ച് വളയം പിടിച്ച് ഓടിച്ച് നടക്കുന്നതിനേക്കാളും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. അവനിക്ക് ലൈസൻസ് ഇല്ല. എത്രയോ ആളുകൾ ഇന്നും ലൈസൻസ് ഇല്ലാതെ നടക്കുന്നുണ്ട്, എന്നാൽ പെർഫെക്റ്റായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകൾ, അത്രയും നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്, ലൈസൻസ് ഇല്ലാത്ത ആളുകൾ. എന്നാൽ ലൈസൻസ് ഉള്ള ആളുകൾ വണ്ടി ഓടിക്കാൻ അറിയാതെ ലൈസൻസും എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് ടൗൺ ഏരിയകളിലും അവിടെ എവിടെയും കടന്ന് വണ്ടി എടുത്തുകൊണ്ട് നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. പല ആളുകളും അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് എക്സ്പീരിയൻസിൻ്റെ ഇതൊന്നും അല്ല, അല്ലെങ്കിൽ ആ പ്രായത്തിൻ്റെ ഇതൊന്നും അല്ല. ഇത് സമയമായി കഴിഞ്ഞാൽ ആരാണെങ്കിലും പോയേ പറ്റൂ. വണ്ടിയെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അപ്പം ഈ ഒരു അപകടം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ ആ വണ്ടി ഓടിച്ച വ്യക്തിയെയും ആ പയ്യനെയൊക്കെ ഒരുപാട് കുറ്റം പറയുന്ന കേട്ടായിരുന്നു. എന്തിനാണ് നിങ്ങളിങ്ങനെ കുറ്റം പറയുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ഒരു അപകടമുണ്ടായത്, ആ ഒരു അപകടത്തിൽപ്പെട്ട ആളുകളുടെ സങ്കടത്തിൽ അവരെ കൂടെ നിൽക്കുവാണ് വേണ്ടുന്നത്. അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ആ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള പരിക്കുകളൊക്കെ പറ്റിയിട്ടുള്ള ആളുകൾക്ക് കൂടുതലൊന്നും സംഭവിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നേരെ മറിച്ച് ഇത് അവിടെ ഇവിടെ ഇരുന്നിട്ട് ചുമ്മാ കമൻറ്റിലൂടെ തെറിയ അഭിഷേകം നടത്തുന്ന എത്ര പേരാണ് ഞാൻ കണ്ടത്.
ഇനി ഇത് ഈ സംഭവ സ്ഥലത്ത് നിന്നൊരു ദൃക്സാക്ഷി പറയുന്നത് ഞാൻ ഇവിടെ വെച്ച് തരാം. അയാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടൊന്നുമല്ല അവിടെ അപകടം നടക്കുന്നത്. ഇതിന് മുമ്പും അപകടം നടന്നിട്ടുണ്ട്. ഇതിന് മുമ്പും ഇതുപോലൊരു ബസ് അവിടെ, ഇതുപോലൊരു ട്രാവലറോ ഒരു ബസ്സും കണ്ട ആ കൊക്കയിലേക്ക് വീണിട്ടുണ്ട്. ആദ്യമായിട്ടൊന്നുമല്ല. പിന്നെ ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ അവിടെ അപകടം സംഭവിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടു, ഒരു ദൃക്സാക്ഷി പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. നോക്കിയാൽ വരുന്ന സ്ഥലമാണ് 13. ആ ഓരോ സ്ഥലത്തു നിന്ന് നേരെ ഒരു സ്ഥലത്തു നിന്ന് പോകുന്നു, അത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, വീണ്ടും ഒരു വളവിലേക്ക്, വീണ്ടും ഒരു ഹെയർ പിൻ ബെൻഡ്, വീണ്ടും ഒരു ഹെയർ പിൻ ബെൻഡ്, അങ്ങനെയാണ് കയറി പോകുന്നത്. ഇവിടെ നിന്നാണ് ഇത് വാഹനം താഴേക്ക് ഈ സ്റ്റേറ്റ് ഹൈവേ 78 78-ലെ ഈ 13-ാം വളവിൽ നിന്നാണ് വാഹനം താഴേക്ക് വീഴുന്നത്. ഇവിടുത്തെ അതിർത്തി വെച്ചേക്കുന്ന വലിയ കല്ലുകളൊക്കെ ഉണ്ട്. ആ കല്ല് പൊളിച്ചുകൊണ്ട് അത് പൊളിച്ചുകൊണ്ടാണ് വാഹനം താഴേക്ക് വീഴുന്നത്. വാഹനം നേരെ താഴേക്ക് വീഴുന്നത് ഇപ്പോൾ 9-ാം വളവിലേക്കാണ് വീഴുന്നത്. ഇത്രയേറെ ആഴത്തിലേക്കാണ് വാഹനം വീണു. അതുകൊണ്ട് തന്നെയാണ് വാഹനം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി പോകുന്നത്. മറ്റൊന്ന്, മൃതദേഹമെങ്കിലും കിട്ടാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, വേഗത്തിൽ കണ്ടെത്താനൊക്കെയുള്ള കാരണം, ഈ നേരെ റോഡിലേക്കാണ് വീണത്. റോഡിൽ നിന്ന് റോഡിലേക്കാണ്. ഇത്തിരി മാറിയാണ് വീഴുന്നതെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്നും ഒക്കെ താഴേക്ക് ഒരുപാട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയല്ല വീണത്. ഇവിടെ നിന്ന് ഈ റോഡിലേക്കാണ്. നമുക്ക് ആ സ്ഥലങ്ങൾ രണ്ടും ഇത്തിരി കൂടി വലിപ്പത്തിൽ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കുറേ കൂടി വലിപ്പത്തിൽ കാണാം. നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിക്കാം. ഇത്തരം വളവുകളൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ വാഹനങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം ഓടിക്കാൻ കഴിയുന്ന ഒന്ന്, ഇത് ഇറക്കമാണ്. ഇത് കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. കുത്തനെയുള്ള ഇറക്കത്തിനിടയിലാണ് ഈ പറയുന്നത് പോലെ വലിയ ഹെയർ പിൻ ബെൻഡുകൾ വരുന്നത്. ഹെയർ പിൻ ബെൻഡ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ചിത്രത്തിൽ ഓരോ സ്ഥലത്ത് നോക്കിയാൽ കാണാം. ഇത് ഹെയർ പിൻ ബെൻഡ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു വി ഷേപ്പിലുള്ളതിന് വരെ ഹെയർ പിൻ ബെൻഡ് എന്ന് പറയാറുണ്ട്. ഇത് അങ്ങനെയല്ല, കറക്റ്റ് ഹെയർ പിൻ പോലെ തന്നെ ഇരിക്കുന്ന, ഒരു വ്യത്യാസവും ഇല്ലാത്ത തരത്തിലേക്കുള്ള അത്രത്തോളം യോജിച്ച ബെൻഡുകളാണ്. ഇത് കണ്ട് ഈ 10-ാം വളവ് എന്നൊക്കെ പറഞ്ഞാൽ നേരെ പോയി നേരെ തന്നെ തിരിച്ചു വരികയാണ്. 11-ാം വളവും അങ്ങനെ തന്നെയാണ്, നേരെ പോയി വരുന്നു. 12-ാം വളവും അങ്ങനെ തന്നെയാണ്, നേരെ പോയി നേരെ തിരിച്ചു. 13-ാം വളവും അങ്ങനെ തന്നെയാണ്. ഈ 13-ാം വളവിൽ ഇവിടെ വെച്ചാണ്. എന്നാൽ താരതമ്യേന ഈ മറ്റ് വളവുകളൊക്കെ അതിന് മുന്നിലുള്ള 14-ാം വളവിനേക്കാളും ഒക്കെ കുറച്ചുകൂടി അത്ര വളവ് എന്നാൽ 13-ൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ 14-ാം വളവും 15-ാം വളവും 9-ാം വളവും 10-ാം വളവും എന്നൊക്കെ പറഞ്ഞാൽ അത് അതിഭീകരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന വണ്ടി നേരെ തന്നെ തിരിച്ചു വരിക, അത്രത്തോളം വലിയ വളവുകളാണ്. ഇവിടെ നിന്നാണ് വാഹനം വീഴുന്നത്. ഇവിടെ നിന്ന് വാഹനം നമുക്ക് കുറച്ചുകൂടി വിശദമായി തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാഹനം വീണുന്നാണ്ട് ഈ ഹെയർ പിൻ ബെൻഡ് 9-ലേക്ക് ഇത്രയേറെ താഴ്ചയിലേക്കാണ്. നമ്മൾ ഇതിൻ്റെ 4 ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, ഇത് പൂർണ്ണമായും കാടാണ്. കാട് മൂടിയ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. പലപ്പോഴും മൃഗങ്ങളെയൊക്കെ നമുക്ക്, മ്ലാവിനെയും ഒക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ മലയുടെ ഒരു വലിയ ഉയരത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് വിശാലമായ കിലോമീറ്ററുകൾ കണക്ക് അപ്പുറത്ത് ദൂര സ്ഥലങ്ങളൊക്കെ ഇത് കാണാൻ കഴിയും. ആളിയാർ ഡാം ഒക്കെ ഇതിൻ്റെ പല സ്ഥലത്ത് നിന്നാലും ആളിയാർ ഡാം ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. ഈ സ്ഥലത്ത് നിന്നാണ്, അതായത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അല്പം കൂടി വലുതാക്കി നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ റോഡിൻ്റെ ഒരു മാപ്പ് കൂടി വ്യക്തമാവും. അവിടെ നിന്ന് എങ്ങനെയാണ് ഇത് വീണ് ഈ സ്ഥലത്തേക്ക്, ഇത് കുറേ താഴ്ചയുള്ള സ്ഥലമാണ്. ഇത് ഉയരത്തിൽ നിന്നതാണ്. ഇങ്ങനെയാണ് ഇത് മലയുടെ മുകൾ ഭാഗമാണ്. ഈ മുകൾ ഭാഗത്തു നിന്ന് വന്ന് ഓരോ വളവുകളായി തിരിഞ്ഞ് കറങ്ങി വന്നിട്ടാണ് ഇത് പൊള്ളാച്ചിയിലെത്തുന്നത്. അത് പൂർണ്ണമായും ഇങ്ങനെ തന്നെ. ഇത് എയർ ഡിസ്റ്റൻസ് നോക്കിയാൽ നേരെ വളരെ ചെറിയൊരു ദൂരമാണ്. പക്ഷേ വലിയ കുത്തനെയുള്ള മലയായതുകൊണ്ട് തന്നെ അതാണ് ഈ യാത്രയുടെ ഒരു സൗന്ദര്യം എന്നൊക്കെ പറയുന്ന ആളുകൾ ആ റൂട്ടൊക്കെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ്. நேற்று ஒரு 5 மணி இருக்குன்னு நினைக்கிறேன். நான் கீழேருந்து மேலே வந்துட்டு இருந்தேன். பயங்கர டிராஃபிக், கீழே வண்டியெல்லாம் எதுவுமே விடவே இல்லை. பார்த்தீங்கன்னா வண்டி வந்த வாக்கில் அப்படியே நேராக திரும்பாமல் போயிட்டாங்க. அது வர்றது என்னென்னா மெயின் வந்துட்டு அவங்க வந்து பாட்டு ஃபுல்லாக சவுண்டு வச்சுட்டு வரனால கீழேருந்து வர சவுண்டெல்லாம் அவங்க கேட்க மாட்டேங்குது. மொத்தம் 13 பேர் சொன்னாங்க, டிரைவரோட சேர்த்து 14. நேற்று நாங்கள் ஒரு 8 பாடி வரைக்கும் நாங்கள் எடுத்துகிட்டு இருந்தோம், அது வரைக்கும் இருந்தோம். அதுக்கப்புறம் இருட்டாயிடுச்சு. அப்புறம் ஃபயர் சர்வீஸ்லாம் வந்துட்டாங்க. இதுக்கு முன்னாடி இதுக்கு முன்னாடி இங்கே இந்த இடத்துல இது வரைக்கும் இது ஒன்றுமே ஆகலை. 2வது பெண்டுக்கு இடையில மட்டும் ஒரு டைம் மட்டும் பஸ் வந்து பழனி பஸ், அது பஸ் மட்டும் ஆயிருக்கு ஒரு டைம் மட்டும். மற்றபடி அது இது வரைக்கும் ஆனதில்லை. இந்த டிரைவரோட ശ്രദ്ധക്കുറവ് கம்மி தான். இது டிரைவரோட இல்லை வண்டி ஏதாவது லாக் ஆயிடுச்சா, ஸ்டியரிங் இது லாக் ആയിடுச்சு. ഓക്കെ, കണ്ടല്ലോ, ആദ്യമായിട്ടൊന്നുമല്ല അവിടെ ഒരു അപകടം ഉണ്ടാവുന്നത്. അപ്പം പിന്നെ ഇതിൻ്റെ എന്താ സംഭവിച്ചതെന്ന് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ എനിക്ക് ആ വണ്ടി കിടക്കുന്ന രീതിയെ കണ്ടിട്ട്, വണ്ടിയുടെ ടയറൊക്കെ കണ്ടിട്ട് എനിക്ക് വലിയ ടയറിങ്ങിലോ വലിയ പിഴവ് ഉണ്ടായതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ടയർ സ്റ്റക്കായിട്ടോ, കാരണം അതിൻ്റെ ഫോട്ടോസും വിഷ്വലൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ വല്ല ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും പിഴവൊക്കെ ആവാനായിരിക്കും ചാൻസ്. പിന്നെ ഇതെല്ലാം
ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാം ദൈവത്തിൻ്റെ പടച്ചോൻ്റെ കയ്യിലിരിക്കുന്ന സംഭവങ്ങളാണ്. നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ആയുസ് ആയിക്കഴിഞ്ഞാൽ പോയേ പറ്റൂ, സമയമായി കഴിഞ്ഞാൽ പോയേ പറ്റൂ. അതിനകത്ത് വേറെ അത് ഇനി പല ആളുകൾക്കും പല രീതിയിലുള്ള പോക്കായിരിക്കും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പം ഒരുപാട് ആളുകൾ അസഭ്യം പറഞ്ഞ ആളുകൾക്കെല്ലാം എനിക്ക് തോന്നുന്നു സമാധാനമായി കാണും. കാരണം നൗഷാദിനെയൊക്കെ ഒരുപാട് ആളുകൾ വായി വരുന്ന പറയുന്നതായിട്ട് നിനക്ക് കുഴിയിലോട്ട് പോകണമായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങ് പൊയ്ക്കൂടെ എന്നൊക്കെ പറയുന്ന ഒരുപാട് കമൻസുകളൊക്കെ കണ്ടു. എന്നാലും അവർക്കൊക്കെ ഇപ്പോൾ സമാധാനമായി കാണും. കണ്ടില്ലേ? പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മളിനി ഒരാളും അറിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യം ഇങ്ങനെ ഒരു ഡ്രൈവറും അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യത്തില്ല. അറിഞ്ഞുകൊണ്ട് ആരും ചെയ്യത്തില്ല. കാരണം ഒരു ഡ്രൈവർക്കേ അറിയാവൂ. ഒരു ഡ്രൈവർ ഒരു വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ പോലും, ഒരു പട്ടിയെ കൊണ്ട് ഇടിച്ചാൽ പോലും അല്ലെങ്കിൽ ഒരു കോഴിയെ കൊണ്ട് ഇടിച്ചാൽ പോലും പിന്നെ അയാളുടെ മനസ്സിൽ എന്നും ആ വളയം പിടിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഓർമ്മ കിടക്കും, ആ ഒരു പശ്ചാത്താപം കിടക്കും. അങ്ങനെയാണ് യഥാർത്ഥ ഒരു ഡ്രൈവറാണെങ്കിൽ ആ ഒരു ഡ്രൈവർ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അയാൾ അറിഞ്ഞു വെച്ച് ചെയ്തതാണ്. ഇങ്ങനെ അറിഞ്ഞു വെച്ച് ചെയ്താണെന്ന് പറയുന്ന ആളുകളോട് ഒരു ലോഡ് പുച്ഛം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കുറേ ആളുകൾ ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട്, ഇതൊക്കെ അറിഞ്ഞു ചെയ്യുന്നതാണെന്ന്. എന്തോന്ന് അറിഞ്ഞു ചെയ്യുന്നതാണ്? എന്തോന്ന് അറിഞ്ഞു ചെയ്യണേ? അതൊക്കെ കമൻറ്റ് ഇടുന്ന ആളുകളുടെ മാനസികാവസ്ഥ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ മോശമായിട്ട് കമൻറ്റ് ഇടുന്ന ആളുകളുടെ ഇതൊന്നും ആരും അറിഞ്ഞു വെച്ച് ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിനു മുമ്പ് ഒരു വാർത്ത കണ്ടായിരുന്നു. ഒരു കുട്ടിയെ ഒരു ബസ് ഡ്രൈവർ വണ്ടി ഇടിച്ച കുട്ടിക്കൊന്നും പറ്റിയില്ലെന്നു. പക്ഷേ അയാൾ ആ ബസ്, പിന്നെ അയാൾ പറയുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടായിരുന്നു, അയാൾ ആ വളയം പിടിക്കുമ്പോഴത്തേക്ക് അയാൾക്ക് ഓടിക്കാൻ സാധിക്കുന്നില്ല. കാരണം ആ ഒരു ഡ്രോമയിലേക്ക് അയാൾ പോയി. കാരണം അയാൾക്ക് പിന്നെ വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴോ വളയം പിടിക്കുമ്പോഴോ പേടിയാണ്. അതുപോലെയാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞ ഡ്രൈവർമാരുടെ അവസ്ഥ നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. അവർ വേറൊരു ഡ്രോമയിലായിരിക്കും പിന്നെ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.